തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനസ്വരം ഇടയന്റെ വഴി തേടി പാടും. ഇടറുന്ന ഹൃദയാദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. ഇരുൾ വീഴും പാതയിൽ മെഴുതിരിനാളമായി തെളിയുന്ന സത്യമേ ഉലകിന്റെ നിത്യതേ നാദമായി രൂപമായി വിശ്വതേജോഷിയ ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർബലന്റെ മിത്രമായി ഈ പ്രാർത്ഥന കേൾക്കുമോ? ഈ അർത്ഥന കാണുമോ? അഭയമേശുവിനം ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനസ്വരം ഇടയന്റെ വഴി തേടി പാടും. ഇടറുന്ന ഹൃദയാദ്രഗാനം തന്റെ പാട്ടിലും പരിശുദ്ധ ഭാവമായി നിറയുന്ന പുണ്യമേ പരമദയാനിധേ ത്യാഗമായി സ്നേഹമായി ഏകരക്ഷാമാർഗമായി പാപഭൂമി വീണു കേഴും ദുഃഖിതന്റെ നാഥനായി ഈ യാചന കേൾക്കുമോ? ഈ വേദന കാണുമോ? ശരണമേശുവിലനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനസ്വരം ഇടയന്റെ വഴി തേടി പാടും. ഇടറുന്ന ഹൃദയാദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രമാശ്രയം ബലിയായി തിരുമുമ്പിൽ അടിയന്റെ അനുതാപഗാനം.
പൊന്നും പൂവും വാരിച്ചൂടാം, പുന്നാരപ്പൂ മുത്തം ചാത്താം, മഞ്ഞണി പൂവൽ പൊന്നിലാവേ, മാരിവിൽ തൂവൽ തേൻതിരാവേ. ദൂരെ ദൂരെ പൂക്കാക്കൊമ്പിൽ കൂകും കോകിലമാ, ഞാൻ നിന്നെ തേടി പാടിയെത്താം, ഞാനിപ്പും തോപ്പിലൂയലിടാം. പൊന്നും പൂവും വാരിച്ചൂടാം, പൊന്നാരപ്പൂ മുത്തം ചാത്താം, മഞ്ഞണി പൂവൽ പൊന്നിലാവേ, മാരിവിൽ തൂവൽ തേൻതിരാവേ. കുഞ്ഞിക്കുറുമ്പേറും തുമ്പിയായി കുഞ്ഞാറ്റക്കൂട് തേടിടാം, കന്നിൽ കസവിട്ടൊരാടകൾ മിന്നായം മെയ്യിൽ മൂടിടാം. നിന്നെ ഞാനെൻ നെഞ്ചിലേ മിന്നിയാക്കിടാം, പിന്നെ ഞാൻ നിൻ ചുണ്ടിലേ ചിന്തും ചിന്തായി മാറിടാ. പൂത്തൊരുങ്ങും പൂങ്കുരുന്നേ, ചന്ദനക്കാറ്റിൽ ചാഞ്ഞുറങ്ങ്, ചന്ദനക്കാറ്റിൽ ചാഞ്ഞുറങ്ങ്. പൊന്നും പൂവും വാരിച്ചൂടാം, പുന്നാരപ്പൂ മുത്തം ചാത്താം, മഞ്ഞണി പൂവൽ പൊന്നിലാവേ, മാരിവിൽ തൂവൽ തേൻതിരാവേ. പൂന്തിങ്കൾ പൊയ്കയിൽ പാൽതുള്ളിത്തൂം രാത്രിയിൽ, കൺചിമ്മിത്താണാടും താരകൾ വിൺകോണിൽ ചായും മാത്രയിൽ. നിന്നെ ഞാനെന്നുള്ളിലേ കാണാനൊത്തായി കാക്കവേ, പിന്നെ നീ എൻ മാറിലേ മാറാച്ചൂടായി മാറവേ. ചെമ്മുകിലിൻ പുൽക്കടുക്കിൽ ചേർന്നുറങ്ങാനും നാണമായോ, ചേർന്നുറങ്ങാനും നാണമായോ. പൊന്നും പൂവും വാരിച്ചൂടാം, പുന്നാരപ്പൂ മുത്തം ചാത്താം, മഞ്ഞണി പൂവൽ പൊന്നിലാവേ, മാരിവിൽ തൂവൽ തേൻതിരാവേ. ദൂരെ ദൂരെ പൂക്കാക്കൊമ്പിൽ പോകും കോകിലമാ, ഞാൻ നിന്നെ തേടി പാടിയെത്താം, ഞാനിപ്പും തോപ്പിലൂയലിടാം. സ്വർഗസ്വനായ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നടന്നണമേ, സ്തുതികർത്താവും സ്ത്രീകളിൽ അങ്ങ്
അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അറിയുമെന്തിനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാന ഉണരുമീ ആത്മതാപം അറിയുമെന്തിനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാന ഉണരുമീ ആത്മതാപം മോഹം പോലെ പോയി ഞാൻ ശാപം വാങ്ങി തകരുമീ പാപിക്കങ്ങേ കരുണയെ തേടാനുള്ളൂ ദാസനാ കരുതണേ വരികയായി ഞാൻ പിതാവേ ദാസനാ കരുതണേ വരികയായി ഞാൻ പിതാവേ സ്നേഹമേകി ദാനമേകി സ്വീകരിക്കണമേ ശാന്തിയേകി സൗഖ്യമേകി നിത്യജീവനാ ഉണരുമീ ആത്മതാപം അറിയുമെന്തിനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാന ഉണരുമീ ആത്മതാപം വരികെ ഞാൻ ദൂരത്തങ്ങേ മിഴികളിൽ വീഴുമ്പോഴേ അനുപമ സ്നേഹത്തോടെ കൈകളാൽ ആശ്ലേഷിക്കും തനയനാ നൽകി നീ തിരികെയാ ദൈവരാജ്യം തനയനാ നൽകി നീ തിരികെയാ ദൈവരാജ്യം ബോധമേകി ശക്തിയേകി സ്വന്തമാക്കി നീ രക്ഷയേകി മോക്ഷമേകി ധന്യനാക്കി നീ ഉണരുമീ ആത്മതാപം അറിയുമെന്തിനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാന ഉണരുമീ ആത്മതാപം അറിയുമെന്തിനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാന ഉണരുമീ ആത്മതാപം
അവനെ സൃഷ്ടിച്ചു, അവനോട് സഖിയുണ്ട, അവനോട് തുണയുണ്ട. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു? ചിലത് ധൈര്യം. വിവാഹങ്ങളുടെ ഉപദേശം വഴി പരസ്പരം ബന്ധിതരാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. He
നടക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മാതൃകാപരമായി ജീവിക്കുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. എന്റെ പുത്രനെ ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പുത്രഗ്രഹത്തെയും നീ മറന്നു കളയുക. അപ്പോൾ അദ്ദേഹം നിന്റെ നാഥനാകുന്നു, അദ്ദേഹത്തെ വന്ദിക്കുക. അവളുടെ മേലങ്കി പൊതുപൊതുതാകുന്നു. സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ സുരഭിലമായ ഹൃദയത്തോടും അങ്ങയുടെ ജ്ഞാനത്താൽ പ്രകാശിതമായ ആത്മാവോടുകൂടെ ആനന്ദപൂർവ്വം എതിരേൽക്കുവാനും അനുഗ്രഹപരമായ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും. കടപ്പെട്ടവനാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം. ഭാര്യമാരെ നമ്മുടെ കർത്താവിനെന്നപോലെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും മിശിഹ സഭയുടെ ചെറുത് ശരീരത്തിന് രക്ഷകരമായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ചെറുത്താകുന്നു. അതിനാൽ തിരുസഭ മിശിഹായെ കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ
ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാരെ വിശുദ്ധ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സ്വന്തം ശരീരത്തെ കൊണ്ട് നിങ്ങളെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുകയില്ല. വിശുദ്ധ സഭയിൽ നിന്ന് ഓരോരുത്തരും അതിനെ തീറ്റിപ്പോരുന്നു. നാം വിശുദ്ധ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ. സമാധാനം നിങ്ങളോടുകൂടെ. ഈശോയെ പരീക്ഷിക്കാനായി പ്രകാരം ചോദിച്ചു. ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് തന്റെ ഭാര്യയെ തരത്തിക്കുവാൻ പാടുള്ളൂ. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, സൃഷ്ടാവ് ആദ്യം പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ പുരുഷന്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ. കുടുംബജീവിതത്തിൽ പറയുന്നത് അതൊരു ഗാർഹിക സഭയാണ്. അതായത് സഭയുടെ ഏറ്റവും ആദ്യത്തെ പതിപ്പ്, ഏറ്റവും ചെറിയ പതിപ്പ്. എങ്ങനെയായിരിക്കുന്നുവോ, ഏത് വിധത്തിൽ നീങ്ങുന്നുവോ അതനുസരിച്ചായിരിക്കും തിരുസഭയുടെ ഭാവി എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡി ഒരിക്കൽ പറഞ്ഞു, രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കെന്നഡി നടത്തിയത്. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതല്ല, നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതുതന്നെയാണ് ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജോസഫും മേരിയും ചിന്തിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോസഫ് എല്ലാ ദിവസവും എനിക്കും മേരിക്കും തൻ്റെ കുട്ടികൾക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. മേരി അതുപോലെ തന്നെ ഭർത്താവിനും കുടുംബത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ മറ്റുള്ളവരെ വളർത്തുന്ന ഒരു ചിന്താഗതി നാം ഒക്കെ വളർത്തിയെടുത്താൽ മാത്രമേ വിവാഹ ജീവിതം വിജയപ്രദമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദാഹിച്ച് വനത്തിലൂടെ നടന്ന രണ്ട് ആനകളുടെ കഥ കേട്ടത് ഓർക്കുകയാണ്. രണ്ട് ആനകൾ ദാഹിച്ച് വനത്തിലൂടെ നടക്കുകയായിരുന്നു. ദാഹിച്ചിരിക്കുന്നത് മറ്റേ ആന ആയിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ആന കുടിക്കാതിരുന്നു. രണ്ടാമത്തെ ആനയെ വിചാരിച്ചു, ഞാനും വളരെ ദാഹിച്ചാണ് ഇരിക്കുന്നത്, അങ്ങനെയാണെങ്കിലും മറ്റേ ആന കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ആനയെ കുടിക്കാതിരുന്നു. ഇതാണ് മറ്റുള്ള വ്യക്തികളെ വളർത്തുന്ന നല്ലൊരു ഉദാഹരണം. മറ്റുള്ളവരെ വളർത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ സംഭവം.
ഇത് വിവാഹ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നാമൊക്കെ പ്രാവർത്തികമാണ്. യേശുവിനെ വിളിച്ചു നടത്തേണ്ട ഒരു സമയമാണിത്. യേശുവിനെ വിളിച്ചു നടത്തുന്നത് പ്രധാനമായിട്ടും കുടുംബ പ്രാർത്ഥനയിലൂടെയാണ്. ഞാൻ കുടുംബ പ്രാർത്ഥനയുടെ ആവശ്യത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ പ്രാർത്ഥന വളരെ ഉള്ള കുടുംബങ്ങളാണ്. പക്ഷെ എങ്കിലും ഈ TV ഒക്കെ വന്നതോടുകൂടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ മങ്ങലേറ്റിട്ടില്ലേ എന്ന് സംശയിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു അരമണിക്കൂർ കരഞ്ഞേട്ടം ഉള്ളതുകൊണ്ട് അവരെ കരഞ്ഞേട്ടത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് എന്നോടൊരു ചേട്ടൻ അറിയുന്നുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഇങ്ങനെയാണെങ്കിൽ ഈ കരഞ്ഞുകെട്ട് ഇവിടെ നിത്യമായിട്ട് നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടതാണല്ലോ എന്ന് പോലും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം കരഞ്ഞുകെട്ട് അരമണിക്കൂർ ഉള്ളതുകൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഉപയോഗിക്കും. കരഞ്ഞുകെട്ടില്ലായെങ്കിൽ അന്നവിടെ പ്രാർത്ഥന ഇല്ലതാണ്. അപ്പോൾ ഞാൻ അന്നേരം എന്റെ മനസ്സിലുണ്ടായതാണ്, ഈ കരഞ്ഞുകെട്ടൊക്കെ ഇവിടെ നിത്യമായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയണമെന്ന് പോലും എനിക്ക് തോന്നി അത് ഇത് കേട്ടപ്പോൾ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസരമാണിത്. ഉപദേശമാണ്, ഡോണ്ട് ഇവാലുവേറ്റ് ദി മാരേജ് ഓൺ ദി തേർഡ് ഡേ ബട്ട് ഓൺ ദി 30th year. വിവാഹ ജീവിതം എങ്ങനെ ഇരിക്കുന്നുവെന്ന് അതിനെപ്പറ്റി നമ്മൾ വിലയിരുത്തേണ്ടത് വിവാഹത്തിന്റെ 3-ാം ദിവസമല്ല, വിവാഹത്തിന്റെ 30-ാം വർഷമായിരുന്നു. കാരണം അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു വാചകമാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം 3-ാം ദിവസം കഴിയുമ്പോൾ എങ്ങനെയിരിക്കുന്ന ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇത് വളരെ നന്നായിരിക്കുമെന്ന് പറയുന്നു. കാരണം എല്ലാ സ്വീകരണങ്ങളും ഉപയോഗമായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ നന്നായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ സോക്രട്ടീസ് പറഞ്ഞത് വിവാഹത്തിന് ശേഷം 30-ാം വർഷം അങ്ങനെ പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് വളരെ ചിന്തിച്ചാണ് സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിന്റെ 30-ാം വർഷം അങ്ങനെ പറയാൻ സാധിക്കുകയാണ് എങ്കിൽ അതിനുശേഷം അങ്ങനെ പറയാൻ തന്നെ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് 30 വർഷത്തിന് മുമ്പാണ്. വിവാഹത്തിന് ശേഷമുള്ള 30 വർഷങ്ങളിലാണ് സാധാരണ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നത്. 30-ാം വർഷം ഇത് വളരെ നന്നായിരിക്കുന്നു. ഈ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, ഈ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുകയില്ല. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാചകമാണ്. കാരണം 30-ാം വർഷം അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ ക്ഷമിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പ്, മറ്റുള്ളവരെ ആദരിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പ്, മറ്റുള്ളവരെ അംഗീകരിക്കുവാനായിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു ചാൻസ്, അതുപോലെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനുള്ള നമ്മുടെ ഒരു സേവനം ചെയ്യുവാനായിട്ട് നാം തീരുമാനിക്കണം. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. പരസ്പരം ക്ഷമിക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ഒന്നു ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു കുടുംബത്തിന്റെ അരൂപിയിൽ ഒറ്റ മനസ്സോടുകൂടി ഒരു ഹൃദയത്തോടുകൂടി വ്യാപരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. ഈ ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മേരിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസഫിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. രണ്ടുപേരുടെയും വലത് കൈ എബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹാ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ബന്ധിക്കുന്ന ഈ കുരിശിനെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഈ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങേ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവർക്ക് ഇടയാകട്ടെ.
ഇതിൽ വലത് തൊട്ടുകൊണ്ട് ചൊല്ലിത്തരുന്ന രണ്ടുപേരും ചൊല്ലണം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കൊണ്ടുവന്ന് കർത്താവേ ഈ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ഏകോപ ജീവിതത്തെ പരസ്പരം ആശ്വസിക്കുവാനും മരണവരെ വിശ്വസ്തരായി ജീവിക്കുവാനും നൽകുവാനും പരസ്പരം വിശ്വസിക്കുവാനും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിരവധിമായ സന്തോഷപ്രദാനം ചെയ്യുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനും അങ്ങനെ വിശ്വസ്തരായ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുകയും നേടുവാൻ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവുമായി നൽകി വരനെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ വരങ്ങളാലും ആന്തരിക സൗന്ദര്യത്താലും ഈ ലോകത്തിനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ പുതുതായ കുടുംബത്തെയും ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ും
പൂർണ്ണമാകട്ടെ. ഞങ്ങളുടെ ആശകളും ഉപദേശങ്ങളും അവിടെ സഫലമാകട്ടെ. ആവശ്യത്തെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വർദ്ധിച്ചു വരട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഇന്നത്തെ ക്രമങ്ങളിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻപൊറുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻപൊറുകുറിയണിയുന്നു. ദാമ്പത്യത്തിൻ വെള്ളിത്തേരിൽ പുത്തൻ മണവാക്കി, സ്വപ്നം പോലെ മുന്നേറി മണവാളനൊപ്പം. ആയിരം കിനാക്കളോട് ആയിരം പ്രതീക്ഷയോട് ജീവിതം പ്രകാശമാക്കൂ. ആയിരം കിനാക്കളോട് ആയിരം പ്രതീക്ഷയോട് ജീവിതം പ്രകാശമാക്കൂ. പുതിയ കുടുംബത്തിൽ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൽ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകൊടുകുറിയണിയുന്നു. എത്തടുക്കുള്ള മാളികയേക്കാൾ തമ്മിൽ വിട്ടുവിട്ട് വിനയവും ധനം സത്യം മെയ്യും മനസ്സും ലഹരിക്ക് പങ്കിട്ടു നൽകി മണ്ണിലെന്നും ഹൃദയങ്ങൾ സമ്പന്നമാക്കി. ആരംഭമിച്ചൊരു സൗഹൃദം ഓർമ്മിച്ചു വാഴുന്ന ദമ്പതിമാരായി വാഴുന്ന നാൾ വരയ്ക്കും. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻതൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൽ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻതൊടുകുറിയണിയുന്നു. പരസ്പരം സ്നേഹിച്ചു നിങ്ങൾ, ജീവിതം മണ്ണിൽ കൊടുത്തവൻ ആദരം നൽകി. ചുറ്റും പ്രകാശം കൊടുത്തുരുകുന്ന രണ്ടാൽക്കാര ദീപങ്ങളെ പോലെ ഭൂമിയിൽ വാഴുന്ന ദമ്പതിമാരായി വാഴുള്ള നാൾ വരയ്ക്കും. പുതിയ കുടുംബത്തിൽ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകൊടുകുറിയണിയുന്നു. ദേവികേ നിന്നയിൽ വാസന്തം, ഗോപികേ നിൻ കയ്യിൽ രോമാഞ്ചം. ആരാരും കാണാത്ത തീരങ്ങളിൽ ആവേശം പൂമൂടും യാമങ്ങളിൽ
നീ എന്നും ഞാനെന്നും പേരെന്തിനോ നാം ഒന്നും ചേരുന്ന നേരം പാലെന്നും തേനെന്നും രുചിയെന്തിനോ പാലാഴി നീങ്ങുന്ന കാലം ചൊടിമലരിതളിൽ തുടുകവിളിടയിൽ ചൊടിമലരിതളിൽ തുടുകവിളിടയിൽ കുങ്കുമം ദേവികേ നിന്നയിൽ വാസന്തം ഗോപികേ നിൻ കയ്യിൽ രോമാഞ്ചം ആകാശം കൂടാരം തീർക്കുന്നുവോ നീരാടി തോർത്തുന്ന നേരം മാനത്തും വെള്ളോട്ടു വിളക്കെന്തിരോ നാണത്തിലാടും ഗാലി വിരൽ തൊടുമണവിൽ വിരിയുമൊരഴക വിരൽ തൊടുമണവിൽ വിരിയുമൊരഴക ലോകനന്ദനം ദേവികേ നിന്നയിൽ വാസന്തം ഗോപികേ നിൻ കയ്യിൽ രോമാഞ്ചം ആരാരും കാണാത്ത തീരങ്ങളിൽ ആവേശം പൂമൂടും യാമങ്ങളിൽ തളിരിടും മോഹങ്ങളിൽ നിന്നയിൽ വാസന്തം ഗോപികേ നിൻ കയ്യിൽ രോമാഞ്ചം മോഹിക്കും നീൽമിഴിയുടെ ദാഹിക്കും ചേതനയുടെ മോഹിക്കും നീൽമിഴിയുടെ ദാഹിക്കും ചേതനയുടെ ആരെ പാടുന്നു കളിച്ചങ്ങാതി നീ വരുമോ ആരെ പാടുന്നു കളിച്ചങ്ങാതി നീ വരുമോ കണക്കിനറിന്റെ കാനന ഛായങ്ങളും തിരയുവാ മോഹിക്കും നീൽമിഴിയുടെ ദാഹിക്കും ചേതനയുടെ കോട്ടകിന്നീട്ടി തുടുമുന്തിരി വള്ളിപ്പന്തലിൽ നിന്ന് സാന്ധ്യദേവത നീ ഏഴു തത്തിക കോർത്തകിന്നീട്ടി തുടുമുന്തിരി വള്ളിപ്പന്തലിൽ നിന്ന് സാന്ധ്യദേവത നീ നിന്നോടൊത്തു ഞാൻ ഇനി എന്റെ പാടു
കുളിർത്തെന്നൽ തൊട്ട കന്നിപ്പൂവിൻ നാണം കണ്ടു ഞാൻ. നിന്നോടൊത്തു ഞാൻ ഇനി എന്തേ പാടുവാ? കുളിർത്തെന്നൽ തൊട്ട കന്നിപ്പൂവിൻ നാണം കണ്ടു ഞാൻ. നാടൻ ചിന്താണോ നാടൻ ചിന്താണോ വരിവണ്ടിൽ പാട്ടുപാടാമിനിയോ മോഹിക്കും നീൽമിഴിയോടെ ദാഹിക്കും ചേതനയോടെ. പ്രിയസുന്ദരി നിന്റെ ചുണ്ടിലെ പാട്ടിൻ തകിട തികിടതോ. പ്രിയസുന്ദരി നിന്റെ ചുണ്ടിലെ പാട്ടിൻ പ്രണയമധുരമോ. ചിത്രാപൂർണിമ ഒന്ന് പൂത്തുകുന്നിതാ. കുടമുല്ലപ്പൂവോ ലില്ലിപ്പൂവോ കൂടെ പോരുന്നു. ചിത്രാപൂർണിമ ഒന്ന് പൂത്തുകുന്നിതാ. കുടമുല്ലപ്പൂവോ ലില്ലിപ്പൂവോ കൂടെ പോരുന്നു. കൂടെ പോന്നാലോ കൂടെ ചൂടി പാടാലോ. കൂടെ പോന്നാലോ കൂടെ ചൂടി പാടാലോ. കുളിർമഞ്ഞിന്റെ മന്ദാരക്കുടവോ മോഹിക്കും നീൽമിഴിയോടെ ദാഹിക്കും ചേതനയോടെ. മോഹിക്കും നീൽമിഴിയോടെ ദാഹിക്കും ചേതനയോടെ. ആരെ പാടുന്നു കളിച്ചങ്ങാതി നീ വരുമോ? ആരെ പാടുന്നു കളിച്ചങ്ങാതി നീ വരുമോ? കണക്കിനാവിന്റെ കാനന ഛായങ്കണം തിര